വൈകുന്നേരമാകുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് മറ്റൊരു വിയോഗ വാർത്തയാണ്. കൂത്തുപറമ്പ് വെടിവയ്പിൽ പരിക്കേറ്റ കിടപ്പിലായ പുഷ്പൻ അന്തരിച്ചു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കൂത്തുപറമ്പ് വെടിവയ്പിൽ കഴുത്തിന് പിന്നിൽ വെടിയേറ്റ് 30 വർഷമായി കിടപ്പിലായിരുന്നു. നാളെ രാവിലെ 8 മണിക്ക് മൃതദേഹം വിലാപയാത്രയായി കണ്ണൂരിലേക്ക് കൊണ്ടുപോകും. 10:30 തലശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനം. 12 മണിക്ക് മേനപ്രം രാമവിലാസം സ്കൂളിൽ 4 മണിവരെ പൊതുദർശനമുണ്ടാകും. തലശ്ശേരി കൂത്തുപറമ്പ് നിയോജക മണ്ഡലങ്ങളിൽ നാളെ ഹർത്താൽ ആചരിക്കും. VS രഞ്ജിത്തും R ശ്രീജിത്തും നമുക്കൊപ്പമുണ്ട്. VS രഞ്ജിത്ത്, പുഷ്പനെ അറിയാമോ എന്ന പാട്ട് കേൾക്കാത്ത ഒരു മലയാളി പോലും ഉണ്ടാകില്ല. ഏത് പ്രായത്തിലുള്ളവർക്കും പരിചിതനായി മാറിയ ഒരു വ്യക്തിയാണ്. അതൊരു പോരാട്ടത്തിന്റെ ഭാഗമാണ്. അന്ന് വെടിയേറ്റ് കിടപ്പിലായി സുഷുമ്നാനാഡിക്കടക്കം പരിക്കേറ്റ് ശയ്യാവലംബിയായി കഴിയേണ്ടി വന്നത് 30 വർഷത്തിന്റെ കാലയളവാണ്. കൂത്തുപറമ്പ് വെടിവയ്പ്പിന്റെ ഒരു അടയാളമായിരുന്നില്ലേ സഖാവ് പുഷ്പൻ? രഞ്ജിത്ത്. സുജയ, തീർച്ചയായിട്ടും ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്ന പ്രയോഗം അന്വർത്ഥമാക്കിയ ഏക വ്യക്തിയാണ് പുഷ്പൻ എന്ന് പറയുന്നത്. ശയ്യാവലംബിയായി 30 വർഷമാണ് പുഷ്പൻ ജീവിച്ചത്. പക്ഷേ ആ ജീവിച്ചിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഒന്ന് അനങ്ങാൻ ആരവാതെ പോലും കിടന്നപ്പോഴും CPM-നെ സംബന്ധിച്ചും ആ സഖാവ് ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ യുവതലമുറക്കാകെ എന്നും പുഷ്പൻ പ്രചോദനമായിരിക്കും. വെടിയുണ്ട നട്ടല് തകർത്തെങ്കിലും അനിതര സാധാരണമായ ധീരതയും കരുത്തും ഈ ദശാബ്ദങ്ങളാകെയും പുഷ്പൻ പ്രകടിപ്പിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ധീരതയും കരുത്തും നമ്മുടെ യുവതയാകെ മാതൃകയാക്കിക്കൊണ്ട് തെറ്റിനെതിരെ പോരാടുന്നതിന് ഊർജമായി മാറും എന്ന് തന്നെയാണ് കണക്കാക്കാവുന്നത്. പുഷ്പന്റെ സ്മരണക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പ്രതീകമായി സഖാവ് പുഷ്പൻ CPI-ന് എക്കാലവും ഉണ്ടാകും. കരുത്തനായ സഖാവ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശേഷിപ്പിച്ചത്. 30 വർഷം സുഷുമ്നാനാഡിക്ക് പരിക്കേറ്റ 30 വർഷം ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ധീരമായ ജീവിതമായിരുന്നു. പൂർണ്ണമായും കിടക്കയിലായിരുന്നു. കരുത്തുള്ള ഒരു സഖാവിന് വിട നൽകുന്നു. അദ്ദേഹത്തിന്റെ മനക്കരുത്തിന് സല്യൂട്ട് ചെയ്യുന്നു എല്ലാവരും. അതാണിപ്പോൾ അനുശോചനങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ R ശ്രീജിത്തും തുടരുന്നുണ്ട്. R ശ്രീജിത്ത്, രാഷ്ട്രീയ പോരാട്ടങ്ങൾ അനവധി കേരളം കണ്ടിട്ടുണ്ട്. യുവജനങ്ങളുടെ പോരാട്ടം, ചെറുത്തുനിൽപ്പുകളൊക്കെ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ സഖാവ് പുഷ്പനെ CPIM-നിടയിൽ വ്യത്യസ്തനാക്കി നിർത്തുന്നത് എന്താണ്? സുജയ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ സമര കേരളത്തിൻ്റെ ഒരു വൈകാരിക അടയാളം കൂടിയാണ് സഖാവ് പുഷ്പൻ. 1994 നവംബർ 25 വൈകുന്നേരം കൂത്തുപറമ്പ് പ്രധാന നഗരകേന്ദ്രത്തിൽ ഉണ്ടായ വെടിവയ്പ്പിലാണ് ഈ പുഷ്പന് തലയ്ക്ക് പിന്നിൽ വെടിയേൽക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സുഷുമ്നാനാഡി തളർന്ന് ഏതാണ്ട് 30 കൊല്ലക്കാലമായി തീർത്തും ശയ്യാവലംബിയായി കഴിയുന്നത്. ഈ ഘട്ടത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹം ഈ പാർട്ടിയുടെ സമരങ്ങളെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള പരാതി ഉന്നയിക്കാനോ തയ്യാറായില്ല എന്ന് മാത്രമല്ല, നേരത്തെ ഗോവിന്ദൻ മാഷ് സൂചിപ്പിച്ച പോലെ എത്താവുന്ന എല്ലാ പ്രധാനപ്പെട്ട പരിപാടികൾക്കും പുഷ്പനെത്തി. പാർട്ടിയും പുഷ്പനെ അതുപോലെ തന്നെ കരുതി. ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റപ്പോൾ ആരോഗ്യമന്ത്രി KK ശൈലജയുടെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും മുൻകൈയിൽ അദ്ദേഹത്തിന് ഈ പുതിയ മൾട്ടിമീഡിയ സാങ്കേതികവിദ്യകളൊക്കെ കാണാൻ കഴിയുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങൾ അദ്ദേഹത്തിൻ്റെ കിടക്കയ്ക്ക് സമീപം ഒരുക്കി കൊടുക്കുന്നതും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത്തരത്തിൽ സർക്കാരും പാർട്ടിയും വലിയ തോതിൽ മുൻകൈയെടുത്തുള്ള ഒരു ഇടപെടൽ നടത്തി. പുഷ്പൻ്റെ കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരന് സർക്കാർ ജോലി നൽകുന്ന തീരുമാനവും ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കൈക്കൊണ്ടു. എന്നാൽ സമര കേരളത്തിലെ ഏറ്റവും സുപ്രധാനമായൊരു ഏടായി നേരത്തെ VS രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്ന കാര്യത്തെ ഏറ്റവും ജീവിതം കൊണ്ട് അർത്ഥമാക്കിയ ഒരാളായിരുന്നു പുഷ്പൻ. അദ്ദേഹം ശാസ്ത്രീയ വിദ്യാഭ്യാസ നയത്തിനെതിരായി DYFI സംഘടിപ്പിച്ച കരിങ്കൊടി പ്രതിഷേധത്തിൽ പങ്കെടുക്കാനാണ് കൂത്തുപറമ്പിലെത്തിയത്. അതിനു മുമ്പ് അദ്ദേഹം 8ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള അദ്ദേഹം ബംഗളൂരിലൊരു സാധാരണ കൂലിത്തൊഴിലെടുക്കുകയായിരുന്നു. അവിടെ നിന്ന് അവധിക്ക് വന്നപ്പോഴാണ് ഈ DYFIയുടെ സമരത്തിൽ പങ്കാളിയായത്. അങ്ങനെയാണ് ഷിബുലാലിനും റോഷനും ബാബുവിനും മധുവിനുമൊപ്പം പുഷ്പനും വെടിയേറ്റ്
വീണത്. പുഷ്പൻ്റെ തലയ്ക്ക് പിന്നിലേറ്റ വെടിയുണ്ടയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം തളർത്തിക്കളഞ്ഞത്. എങ്കിലും ഒരു ഘട്ടത്തിലും മാനസികമായി തളർന്നില്ല. അദ്ദേഹം ഉജ്ജ്വലമായ ഒരു സമര ജീവിതം നയിച്ചാണ് ജീവിതത്തോട് വിടവാങ്ങുന്നത്. എന്നാൽ ഇക്കാലത്തിനിടയിൽ പാർട്ടിയുടെ സ്വാശ്രയ വിദ്യാഭ്യാസ നയം മാറി, ഡിവൈഎഫ്ഐയുടെ സ്വാശ്രയ വിദ്യാഭ്യാസത്തോടുള്ള എതിർപ്പുകൾ മാറി, പാർട്ടിയുടെ സഹകരണ സ്ഥാപനങ്ങൾ തന്നെ സഹകരണ മേഖലയിൽ സ്വാശ്രയ സ്ഥാപനങ്ങൾ തുടങ്ങുന്ന നില വന്നു. ഈ നിലയിൽ ആശയപരമായിട്ടൊക്കെ നയപരമായും ഒരുപാട് മാറ്റങ്ങൾ വന്നെങ്കിലും പുഷ്പൻ എന്നും ഡിവൈഎഫ്ഐക്കും CPIM-നും ഒരു വൈകാരിക പ്രതീകമായിരുന്നു. ഏതൊരു പ്രധാനപ്പെട്ട സംഭവങ്ങളിലും പുഷ്പനെ ഓർക്കാത്ത, പുഷ്പനെ ഒന്ന് സ്മരിക്കാത്ത ഒരു നേതാവും ഉണ്ടായിരുന്നില്ല എന്നത് എനിക്ക് വ്യക്തിപരമായി കൂടി അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, VS രഞ്ജിത്തും R ശ്രീജിത്തുമാണ് നമുക്കൊപ്പം ചേർന്നത്. സഖാവ് പുഷ്പൻ